വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് സൈന്യം ഭാഗികമായി പിൻവാങ്ങുന്നു. ബെയിലി പാലത്തിലെ കരസേന എഞ്ചിനീയറിംഗ് വിഭാഗവും ഹെലികോപ്റ്റർ തെരച്ചിൽ സംഘവും മേഖലയിൽ തുടരും. വികാരനിർഭരമായിരുന്നു സർക്കാർ ഒരുക്കിയ യാത്രയയപ്പ്. തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വികാരനിർഭരമായിരുന്നു ആ നിമിഷങ്ങൾ. ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമെല്ലാം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയവരെ യാത്രയാക്കിയത് ചേർത്തുപിടിച്ചുകൊണ്ട്. സൈന്യത്തിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ബെയിലി പാലം രക്ഷാദൌത്യത്തിൽ നിർണായകമായെന്നും പറഞ്ഞു. സൈന്യത്തിന്റെ ഭാഗമായുള്ള മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നിർമ്മിച്ച ബെയിലി പാലം ഇവരുടെ ദൗത്യത്തിൽ നിർണായകമായ ഒന്നായിരുന്നു. വേദനയോടെയാണ് സൈന്യത്തെ യാത്രയാക്കുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് 24-നോട് പറഞ്ഞു. വല്ലാത്ത വേദനയുണ്ട്. നമുക്കൊരു ധൈര്യമായിരുന്നു. പക്ഷേ അവരെ കൊണ്ട് എന്തൊക്കെയാണോ സാധ്യമാവുക അതെല്ലാം അവർ ചെയ്തു. ഇനി അവർക്ക് മറ്റു പല ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കൊപ്പം നിന്നൊരു പോരാട്ടമാണ് നടത്തിയത്. അപ്പോൾ ആ പോരാട്ടത്തിൽ ഒരുമിച്ച് നിന്നവർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള ഒരു പ്രയാസം ഞങ്ങൾക്കൊക്കെയുണ്ട്. മന്ത്രിമാരായ AK ശശീന്ദ്രനും OR കേളുവും സൈന്യത്തെ ആലിംഗനം ചെയ്താണ് നന്ദി അറിയിച്ചത്. കേരളവും വയനാടും നൽകിയ പിന്തുണയ്ക്ക് സൈന്യം നന്ദി പറഞ്ഞു. വയനാട് വിട്ടുപോകുന്നത് വേദനയോടെയാണെന്നും ഹൃദയത്തിൽ ഈ നാട് എന്നുമുണ്ടാകുമെന്നും കേണൽ പരംവീർ 24-നോട് പറഞ്ഞു. We may go, but our heart still remains with the Wayanad people, and we just wish that such incidents don't happen again, and people who are displaced are rehabilitated once again. ദുരന്തമുഖത്തെ പ്രതികൂല സാഹചര്യത്തിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സൈന്യത്തിന് നാടാകെ സല്യൂട്ട് നൽകുകയാണ്. അത്യന്തം അപകടകരമായ ഗുരുതരമായ സാഹചര്യത്തിൽ കേരളത്തെ, വയനാടിനെ ചേർത്ത് പിടിച്ച സൈന്യം വിടവാങ്ങാൻ പോകുന്ന നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിനേക്കാൾ വികാരപരമാണ് ഇവിടെയുള്ള ഓരോ നിമിഷവും എന്നുള്ളതാണ് വസ്തുത. നമുക്ക് നൽകാം, 24 ടീമിന് നൽകാം ഒരു ബിഗ് സല്യൂട്ട് ഫോർ ദ ഇന്ത്യൻ ആർമി. സംസ്ഥാന സർക്കാരിന്റെ ലോഗോയുള്ള മൊമന്റോയും സൈന്യത്തിന് നൽകി. 24 വയനാട്.